ഇന്ന് നമുക്കൊരു പുതിയ ദിവസമാണ്. നമ്മുടെ ഈ സ്പിരിച്വൽ ടോക്ക് ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയിൽ നാം ഒരു പുതിയ അധ്യായമാണ് തുടങ്ങുന്നത്. നാം ഈ പ്രത്യേക പ്രഭാഷണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കേച്ചനയുടെ വളരെ ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് സ്റ്റീവ് ഉണ്ണികൃഷ്ണൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കും. രാധ സ്വാമിയെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലിയിട്ട് നമ്മുടെ കേച്ചനെ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ രണ്ടു വാക്ക് സംസാരിക്കുകയും ഫ്രാൻസിസ് സാറിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഓം വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഫ്രാൻസ് സാറിനും കോച്ചനും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തന്നെ നമ്മുടെ കൺവെൻഷന്റെ 1-2 ഹോളുകളും ഹോട്ടലുകളും ഒക്കെ കാണാനായിട്ട് നന്ദകുമാർ ട്രഷറർ അശോകൻ ചേട്ടനുമായിട്ടൊക്കെ പോയിട്ട് കറക്റ്റ് 8:30 വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ പറയുകയും ചെയ്തായിരുന്നു അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല, കാരണം ഇന്ന് മീറ്റിംഗ് ഉണ്ട്, എങ്ങനെങ്കിലും അതിൽ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് സംബന്ധിക്കണം എന്നുള്ള രീതിയിൽ. താങ്ക് യു. അതോടൊപ്പം തന്നെ ഫ്രാൻസ് സാറിനും പ്രത്യേകമായിട്ട് നന്ദി, എല്ലാ ആഴ്ചയിലും കേച്ചനയുടെ ഈ ഒരു ആധ്യാത്മിക സമിതിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കുംഭാഭിഷേക മഹാമണ്ഡല പരിപാടി ഫെബ്രുവരി 3 അവസാനിക്കുകയാണ്. അവര് ഇടയ്ക്ക് അധികാരികളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നു, അതെല്ലാം നീക്കം ചെയ്തതിന് ശേഷം തന്നെ കേച്ചനെ അടിയന്തരമായിട്ട് തന്നെ ഒരു സ്വാമിജിയുമായിട്ട് ഓൺലൈനിലൊരു സെഷൻ കൂടുകയും അതിനകത്ത് അമേരിക്കയിൽ ഉടനീളം നമ്മളിങ്ങനെ ഒരു മഹാകുംഭമേള നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ സ്വാമിജി തന്നെ നേരിട്ട് കുറെയൊക്കെ കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അത് 18-ന് ശേഷമായിരുന്നു, തുടങ്ങിയതിന് ശേഷമാണെങ്കിലും അത് കുറെയൊക്കെ സംസാരിക്കാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെ കേച്ചനയ്ക്ക് ഈ അമേരിക്കയിലുള്ള മലയാളികളുടെ ഇടയിലെല്ലാം തന്നെയാണ് ഈ പ്രാവശ്യം പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു മഹാകുംഭമേള നാട്ടിൽ നടക്കുന്നതും അതിനെപ്പറ്റി അറിയിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാവരും അറിയിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ ഇവിടെ നിന്ന് കൂടുതൽ ആൾക്കാർക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതോടൊപ്പം കേച്ചനയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കുംഭമേളയിൽ കേരളത്തിൽ നടക്കുന്നതിൽ സാമ്പത്തിക പരാധീനത പോലും അത് നിന്നു പോവുകയോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാവുകയോ ചെയ്യരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കേച്ചനെ അടിയന്തരമായിട്ട് എല്ലാ അംഗങ്ങളെ അറിയിച്ച് പറ്റുന്ന രീതിയിൽ ഒരു 5 ലക്ഷം രൂപയുടെ സംഭാവന നൽകാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രസ്റ്റി ബോർഡ് അംഗവും ആയ സനൽ ഗോപി ചേട്ടൻ അത് ഈ വരുന്ന 3-ാം തീയതി സ്വാമിജിയെ നേരിട്ട് അവിടെ ചെയ്യിപ്പിക്കുന്നതാണ്. അതോടൊപ്പം അമേരിക്കയിലുള്ള മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കുംഭമേള എത്തിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കരുതുന്നത്. അതോടൊപ്പം എനിക്കറിയാം ഇന്ന് ഫ്രാൻസ് സാർ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളും അതിന്റെ പ്രാധാന്യത്തെയും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നറിയാം. ഒരിക്കൽ കൂടി അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്തിരുന്നു. താങ്ക് യു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനോട് കൂടി ഒരു കാര്യം ചേർക്കുകയാണ്. ഇത് നമ്മളുടെ ഒരു ഔദാര്യമായിട്ട് കരുതാതെ നമ്മളുടെ ഒരു കർത്തവ്യമായിട്ട് കരുതി നമ്മൾ എല്ലാവരും അവരവരുടെ യഥാശക്തി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള അപേക്ഷയോടുകൂടി രാധ ഇന്ന് സാർ വിവരിക്കാൻ പോകുന്ന ശ്ലോകത്തെ സംസ്കൃതത്തിലുള്ള ഭാഗം വായിക്കും. അതിനുശേഷം അതിൻ്റെ മലയാളത്തിൽ ഡോക്ടർ സുകുമാർ ചെയ്തിട്ടുള്ള വിവർത്തനം അദ്ദേഹം തന്നെ ആലപിക്കും. അതിനുശേഷം നമുക്ക് സാറിന്റെ പ്രഭാഷണം തുടർന്ന് കേൾക്കാവുന്നതാണ്. ശ്രീനാവാക്ഷേത്രഗോ മാ അവതു ശരീരനിശം യത്പദൗകാ ജലൗകാ നാഗം നാകാംക്ഷദേന്യാദൃശ രസരസനാദാന ശൗണ്ട്രോരിദണ്ഡ യത്പാദാബ്ജം നിളാ ദുഷ്കൃതിഭിരുരഭിയാ സംശ്രിതേവ പ്രലീന
സോയം സർവാഘസംഘ പ്രശമന ശമനാകാരകോ ദേവദേവ. ഏതൊരു ദേവപാദങ്ങൾക്കു ഗേഹമാകും ദിവ്യജലവാഹിനി കേരള ഗംഗയാം നിള ദുഷ്കൃതികളെ ഭയന്നു സ്വർഗം പോലും ത്യജിച്ചെങ്ങുമേ പോവാതെ ഏതു ദേവപാദപത്മങ്ങളെ സമാശ്രയിച്ചൊളിവിലെന്ന പോലവയെ വലം വച്ചൊഴുകുന്നുവോ അന്യാദർശമാം രസാസ്വാദനം നൽകുന്നതിലതിസമർത്ഥൻ സർവപാപങ്ങളുമെരിച്ചു കളയുമാ ദേവദേവൻ ഹരി തിരുനാവായ ക്ഷേത്രത്തിലമരും വിഷ്ണു ഭഗവാൻ എന്നെ രക്ഷിച്ചിടട്ടെ സർവദാ. ഫ്രാൻസിസ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ എന്റെ പരിമിതമായ അറിവിൽ ചെയ്തതാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമേ തന്നെ അത് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് മാത്രമല്ല അതിലുള്ളത്. അതിന് വലിയ ഒരു ജന്മജന്മാന്തര സുഹൃതത്തിന്റെ ഒരു സംസ്കാര വിശേഷം അതിൽ അടങ്ങിയിട്ടുണ്ട്. ആദ്യമേ എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ, അതെപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു ജന്മം കൊണ്ടൊന്നും അങ്ങനെ കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നാരായണീയം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ശ്ലോകരൂപത്തിൽ തന്നെ തർജ്ജമ ചെയ്തിട്ടുള്ളത് സുകുമാർ സാറ്. അതുപോലെ തന്നെ ഇതും വളരെ പ്രൗഢമായിട്ടുള്ള ഒരു തർജ്ജമയാണ്. ഈ തർജ്ജമയും കൂടെ നമുക്ക് ഈ ഗ്രന്ഥം ചേർക്കുന്ന സമയത്ത് ഇതും കൂടെ അതിനകത്ത് ചേർക്കണം, അദ്ദേഹത്തിന്റെ ഈ തർജ്ജമയും കൂടെ ശ്ലോകരൂപത്തിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നമുക്കിതിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ശ്രീനാവാക്ഷേത്രഗോ മാ അവതു ഹരിരനിശം യത്പദൗകാ ജലൗകാ നാകം നാകാംക്ഷതേ അന്യാദൃശ രസരസനാദാന ശൗണ്ടോ അരിദണ്ഡഃ യത്പാദാബ്ജം നിളാ ദുഷ്കൃതി ഭിദുരഭിയാ സംശ്രിതേവ പ്രലീന സോയം സർവാഘസംഘ പ്രശമനാകാരകോ ദേവദേവഃ ശ്രീനാവാക്ഷേത്രഗഃ മാ അവതു ഹരിഹി അനിശം യത്പദൗകാ ജലൗകാ. അതിന്റെ വിശേഷണത്തിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. ഇതിലെ പ്രധാനമായിട്ടുള്ള ഈ പ്രാർത്ഥന എന്താണ്? ശ്രീനാവാക്ഷേത്രഗഃ ഹരിഹി അനിശം മാ അവതു. ശ്രീനാവാക്ഷേത്രഗഃ, ശ്രീനാവാക്ഷേത്രത്തിൽ ഗമിക്കുന്നവർ അഥവാ അവിടെ സ്ഥിതി ചെയ്യുന്ന എന്നർത്ഥമാണ്. ഗമിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കുടികൊള്ളുന്നതിന് വേണ്ടി അങ്ങോട്ട് വർത്തിക്കുന്നവൻ എന്ന് അർത്ഥമാണ്. ഗമിക്കുക എന്ന് മാത്രമല്ല, അവിടെ ഉള്ളത് എന്ന് അർത്ഥമല്ല. ഇപ്പൊ നമ്മള് മധ്യഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യത്തിൽ ഉള്ളത് എന്ന് പറയുന്നത് പോലെ ശ്രീനാവാക്ഷേത്രഗഃ, ശ്രീനാവാക്ഷേത്രത്തിൽ ഗമിക്കുന്നവനായ കുടികൊള്ളുന്നവനായ ഭഗവാൻ ഹരി വിഷ്ണു എന്ന അർത്ഥമാണ് അതിന്. ഇപ്പൊ അവിടെ കുംഭമേള നടക്കുന്നു. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ വളരെ ഗൗരവമായിട്ട് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരിക ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിൽ എന്താണ് ആ ഭാഗത്തിന്, ആ സ്ഥലത്തിന് എന്താണ് സവിശേഷത എന്നാണ് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത്. മുക്തിദായകമായ ആ സ്ഥലം. അപ്പൊ അതിന്റെ സവിശേഷത ഇതാണ്. എന്താണ്? ശ്രീനാവാക്ഷേത്രഗഃ ഹരിഹി, ഹരി അവിടെ ശ്രീനാവാക്ഷേത്രഗനായി വർത്തിക്കുന്നു എന്നതാണ്. അപ്പോൾ അവിടെ ആ ഹരി തന്നെ അവിടെ വർത്തിക്കുമ്പോൾ ഹരിയുടെ പാദത്തിൽ നിന്ന് ജന്മമെടുക്കുന്ന ആ നദി ഗംഗാ നദി, അത് 3 ലോകങ്ങളെയും പവിത്രീകരിച്ചുകൊണ്ട് വർത്തിക്കുന്ന ആ നദി അവിടെ എങ്ങനെ തൻ്റെ സവിശേഷമായ സാന്നിധ്യത്തെ കാണിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സംസ്കാരവുമായി, ഭാരതീയ സംസ്കാരവുമായി അഭേദ്യമായ വിധം ബന്ധപ്പെട്ട്
വർത്തിക്കുന്ന ഒരു നദിയാണ് ഗംഗ. ഈ ഗംഗ അവതാര കഥ വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഗംഗ ഇവിടെ വാസ്തവത്തിൽ ഇതിൽ വലിയ ഒരു ഇക്കോളജിയും ഉണ്ട്, പരിസ്ഥിതിയും കൂടെ, ഒരു പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന വലിയ ഒരു ആശയവും കൂടെ ഈ ഗംഗാവതാര കഥയിൽ ഉണ്ട്. അപ്പോ ഇതൊരു ആത്മീയ ദൃഷ്ടിയുണ്ട്, മാത്രമല്ല തീർത്തും ഭൗതികമായ ദൃഷ്ടിയിലും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത. ഇപ്പൊ ഗംഗ എന്ന പദം നമ്മുടെ സംസ്കൃതത്തിൽ അതിന്റെ വ്യുത്പത്തി എടുത്തു നോക്കിയാൽ ഗാം ഗച്ഛതി ഇതി ഗംഗ, ഗോവിലേക്ക് ഗമിക്കുന്നത് ഗംഗ. ഗാം ഗച്ഛതി ഇതി ഗംഗ, ഗോവിലേക്ക് ഗമിക്കുക. ഗോവ് എന്ന പദത്തിന് ഗമനശീലം ഉള്ളത് എന്ന് തന്നെയാണ് അർത്ഥം. ഗമധാതു ആണ് ഗോ. ഇംഗ്ലീഷിൽ പറയുന്ന ഗോ തന്നെയാണ് സംസ്കൃതത്തിലെയും ഗോവ് എന്നതാണ് അതിന്റെ മറ്റൊരു സവിശേഷത. ഗോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പോവുക എന്നാണല്ലോ അർത്ഥം. ഗമധാതുവിൽ നിന്നാണ് ഈ ഗോ എന്ന പദം സംസ്കൃതത്തിൽ ഉണ്ടാകുന്നത്. ഗമധാതുവിന് ഡോ പ്രത്യയം വന്നിട്ടാണ് ഗോ എന്ന പദം ഉണ്ടാകുന്നത്. ഗമനശീലമുള്ളത്. അപ്പൊ ഗമനശീലമുള്ളതിനെ എല്ലാം ഗോവെന്ന് പറയുന്നു. അപ്പൊ അത് നമ്മള് ഗോവെന്ന് പറയുമ്പോൾ നമുക്ക് പശു എന്ന അർത്ഥമുണ്ട് മലയാളത്തില്. അതുപോലെ തന്നെ ഭൂമി എന്ന അർത്ഥമുണ്ട്. ഭൂമിക്ക് ഗമനശീലമുണ്ട്, അത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എത്രയോ വർഷം മുമ്പ്, എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഭൂമിക്ക് ഗമ എന്ന ധാതു. അതുപോലെ വാക്ക് ഗമ ആണ്, ഗമിക്കുകയാണ്. വാക്ക് എന്താണ്? വാക്ക് പദങ്ങളാണ്. പദം എന്ന് പറഞ്ഞാല് കാലാണ്. എന്തിന്റെ കാലാണ് ഇത്? ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്നതിനുള്ള പദങ്ങളാണ്, കാലുകളാണ്. അപ്പോ ഗോവ് വാക്കാണ്, രശ്മികളാണ്. രശ്മികൾ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. രശ്മിക്ക് ഗോവ് എന്ന പദം പര്യായമായിട്ടുണ്ട്, ഭൂമിക്ക് പര്യായമായിട്ടുണ്ട്. ഇങ്ങനെ നാനാർത്ഥകമായിട്ടുള്ള ഒരു പദമാണ് ഈ ഗോവ് എന്നുള്ളത്. അപ്പൊ ഈ ഗമനത്തിൽ ഇവിടെ ഭൂമി എന്ന അർത്ഥം എടുക്കുമ്പോൾ ഭൂമിയിലേക്ക് ഗമിക്കുന്ന നദി, ഇതാണ് ഗംഗ എന്ന് പറയുന്നത്. ഇതിനെ സ്വർണദി സുരദീർഘിക എന്ന പര്യായം പറഞ്ഞിട്ടുണ്ട് അമരസിംഹൻ അമരകോശത്തില്. സ്വർണദി സ്വർഗത്തിലെ നദി, സുരദീർഘിക സുരന്മാരുടെ ദീർഘിക. ദീർഘിക എന്ന് പറഞ്ഞാല് നദി, പൊയ്ക എന്നൊക്കെ അതിനർത്ഥമാണ്. അപ്പൊ ഇത് എന്ത് ചെയ്തു? ഇത് ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇതിനെ ഗംഗ എന്ന് പറയുന്നത്. വേറെ ഒരർത്ഥത്തിലെടുത്താൽ ഭൂമിയിലേക്ക് വരുന്ന ഓരോ തുള്ളി വെള്ളവും ഗംഗയാണ്. ആ ഗംഗ എങ്ങനെ ആയിരിക്കണം? ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്കിന്ന് വെള്ളത്തെക്കുറിച്ച് യാതൊരു പരിഗണനയും നമുക്കില്ല. എന്നാൽ വെള്ളം എങ്ങനെയായിരിക്കണം, ഭൂമിയിലേക്ക് വരുന്ന വെള്ളം എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു വിവരണം നൽകുകയാണ് ഗംഗാവതാര കഥയിൽ ചെയ്യുന്നത്. അപ്പൊ ഗംഗാവതാര കഥയിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? നമുക്ക് അറിയാമല്ലോ, കപിലന്റെ ശാപം കൊണ്ട് ദഗ്ധരായ സഗരപുത്രന്മാർക്ക്, സഗരപുത്രന്മാരെന്ന് പറഞ്ഞാൽ സാഗരന്മാര്, സഗരന്റെ അപത്യം പുമാൻ സാഗരൻ. സാഗരൻ എന്ന പേര് തന്നെ ഗരത്തോട് കൂടിയവൻ. ഗരം എന്ന പദത്തിന് വിഷം എന്നർത്ഥം. ഇപ്പൊ സഗരഹ എന്ന് പറഞ്ഞാൽ വിഷത്തോടു കൂടി ജനിച്ചവനാണ് ഈ സഗരൻ. അത് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗം നമ്മൾ നോക്കിയാൽ ഇന്ന് നമ്മുടെ ലോകത്തിലെ വ്യവഹാരങ്ങളെ തന്നെ പല വിധത്തിൽ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ അതിൽ ഉണ്ട്. രാമലക്ഷ്മണന്മാരുടെയും ഭരത ശത്രുഘ്നന്മാരുടെയും വിവാഹം, ആ വിവാഹത്തിന് വേണ്ടി ജനകരാജധാനിയിലേക്ക് മിഥിലയിലേക്ക് പോയ ദശരഥൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്?
ഒരു വിവാഹം നടക്കുമ്പോൾ വധുവിന്റെ ഗൃഹത്തെക്കുറിച്ച് വരന്റെ വീട്ടുകാർക്കും വരന്റെ വീട്ടുകാരെ കുറിച്ച് വധുവിന്റെ വീട്ടുകാർക്കും പൂർണ്ണമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് വസിഷ്ഠമുനിയോട് പറയാണ്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ജനക മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുക. പൂർണ്ണമായിട്ടും ആ ചരിത്രം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഇന്നിപ്പോ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാം മൂടിവെക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം അവിടെ യാതൊരു മടിയും കൂടാതെ പറയുകയാണ് ചെയ്യുന്നത് വസിഷ്ഠൻ. തൻ്റെ കുലത്തെക്കുറിച്ച് അറിയണം. അവിടെയാണ് ഒരു രാജാവിനെ കുറിച്ച് പറയുന്നത്. ആ രാജാവ് അതീവ ദുർബലനായിരുന്നു. അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ടായിരുന്നു. അദ്ദേഹം വനത്തിലേക്ക് പോയി. അദ്ദേഹം നിഷ്കാസിതനായി രാജ്യത്ത് നിന്ന് കാട്ടിലേക്ക് പോയി. അവിടെ അങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിമാരിൽ ഒരുവൾ ഗർഭിണിയായി. ഒരുവൾ ഗർഭിണിയായപ്പോ മറ്റേ പത്നിക്ക് അത് സഹിച്ചില്ല. രാജാവ് മരിച്ചു പോവുകയും ചെയ്തു. അപ്പോ ഈ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റേ പത്നി ഈ ഗർഭിണിയായ സ്ത്രീക്ക് വിഷം നൽകി, ഗരം നൽകി. അവൾ ആ ശിശു നശിച്ചു പോകാതിരിക്കാൻ ഹിമോത്സാനുക്കളിൽ ഉണ്ടായിരുന്ന ച്യവനനെ പോയി കണ്ടു. ആ ച്യവനൻ അവൾക്ക് ഔഷധം നൽകിയിട്ട് ഈ ശിശു ഗരത്തോടു കൂടി തന്നെ ജനിക്കും, വിഷത്തോടു കൂടി തന്നെ ഇത് എന്താവില്ല, നശിച്ചു പോവുകയില്ല എന്ന വരവും നൽകി, ഔഷധവും നൽകി. ച്യവനപ്രാശമൊക്കെ നമുക്ക് അറിയാമല്ലോ. അങ്ങനെ ഗരത്തോടുകൂടി ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് സഗരൻ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടായത്. അങ്ങനെ ആ സഗരന്റെ മക്കളാണ് സാഗരന്മാർ. അപ്പൊ ഇപ്രകാരം ഒരു കൃത്യം തൻ്റെ കുലത്തിൽ നടന്നിട്ടുണ്ട് എന്ന വസ്തുത പോലും മറച്ചുവെക്കാതെ ജനക മഹാരാജാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദശരഥന്റെ വലിയ മനസ്സ്. വാസ്തവത്തിൽ എങ്ങനെയാണ് വിവാഹം നടക്കുമ്പോൾ കുടുംബങ്ങൾ അറിയേണ്ടത് എന്നാണ്. ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല. കുട്ടികൾ തന്നെ കണ്ടെത്തുന്നു, അവർക്ക് പറ്റിയ സ്പൗസിനെ വിവാഹം കഴിക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ പലതും പിരിയുകയും ചെയ്യും. അപ്പൊ പൂർണ്ണമായിട്ടുള്ള അറിവ് ആ കുലത്തെക്കുറിച്ച് ഉണ്ടാകണം. അതുപോലെ തന്നെ ജനക മഹാരാജാവും തൻ്റെ കുലത്തെക്കുറിച്ച് മുഴുവനായിട്ടും അങ്ങ് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ജനകൻ അല്ലേ, മിഥി എന്ന രാജാവ് അല്ലെ. അപ്പൊ മിഥി എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ അത് മഥനം ചെയ്ത് എടുത്ത പുത്രനായത് കൊണ്ടാണ് മിഥി എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. മിഥിയാകുന്ന ജനകത്തോടു കൂടിയത് മിഥി ജനകന്മാർ. അപ്പൊ അവിടെ തൊട്ടുള്ള ആ കഥ അവിടെ പറയുന്നുണ്ട്. ഒരു കാര്യം എന്താണ്, വിവാഹബന്ധം വരുമ്പോ മറ്റു കുലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ പാരമ്പര്യവും അവരുടെ സംസ്കാരവും എല്ലാം അറിയുന്നു. ഇങ്ങനെയാണ് 2 കുടുംബങ്ങൾ ഒന്നായിത്തീരുന്നത്. ഇനി ഈ ഗംഗാവതാര കഥ. അപ്പോ ആ സഗരന്റെ മക്കൾ സാഗരന്മാരാണ് കപിലമുനിയുടെ ശാപമേറ്റ് മുക്തി ലഭിക്കാതെ പാതാളത്തിൽ തന്നെ ശയിച്ചു പോയത്. അവർക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടിയാണ് ഭഗീരഥൻ വളരെ ഏറെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ഭഗീരഥ പ്രയത്നം എന്നൊരു ഒരു ചൊല്ല് തന്നെ ഉണ്ടാകുന്നതിന് കാരണമായത് ഭഗീരഥന്റെ അവിശ്രാന്തമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള പരിശ്രമമാണ്. അപ്പോ ആ ഭഗീരഥൻ ഗംഗയെ കൊണ്ടുവന്നു, ഭൂമിയിലേക്ക് കൊണ്ടുവന്നു, പാതാളത്തോളവും എത്തിച്ചു. ഗംഗ ത്രിമാർഗയായി. സ്വർഗംഗയായിരുന്ന ഗംഗ, സ്വർഗത്തിലൂടെ സ്വർണതിയായിരുന്ന ഗംഗ ത്രിമാർഗയായി 3 മാർഗങ്ങളിലൂടെയും ഗമിക്കുന്നവളായി, ഭൂസ്വർഗ പാതാളങ്ങളിലൂടെ. അപ്പൊ ഭൂമിയിലേക്ക് വന്നു. സഗരന്റെ ഭഗീരഥന്റെ പ്രാർത്ഥനയനുസരിച്ച് ഗംഗാ നദി ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ നിന്നും അത് ഭഗീരഥൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ പാതാളത്തോളവും എത്തി. അതിലെ ജലത്തിൽ തർപ്പണം ചെയ്തപ്പോൾ സാഗരന്മാർക്ക് അഥവാ സഗരന്റെ പുത്രന്മാർക്ക് മോക്ഷം ലഭിച്ചു. ഇതാണ് ആ കഥ. അതിനുള്ള വലിയ ഒരു പരിസ്ഥിതി അതിലുണ്ട്. ആ പരിസ്ഥിതി അത് തന്നെയാണ് ഇവിടെയും വാസ്തവത്തിൽ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളും വിവക്ഷിക്കുന്നത്.
അതെങ്ങനെയാണ്? അതിലുള്ള പരിസ്ഥിതി എന്താണ്? ഗംഗാനദി ഭൂമിയിലേക്ക് വന്നു, നമുക്കറിയാം. അത് ഭൂമിയിലേക്ക് നേരെ അങ്ങോട്ട് പ്രവഹിക്കുകയല്ല. ഭൂമിയിലേക്ക് പ്രവഹിച്ചാൽ എന്തുണ്ടാകും? അത് വലിയ വിപത്ത് ഇവിടെ ഉണ്ടാക്കും. ഇത്രയും വലിയൊരു നദി ഭൂമിയിലേക്ക് പ്രവഹിക്കുകയാണെങ്കിൽ ഭൂമി തന്നെ കുത്തിയൊഴുകി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് എന്ത് വേണം? അത് ഭൂമിയിൽ നിപതിക്കുന്നത് അതിന്റെ പ്രവാഹത്തിന്റെ ആ തീവ്രത കുറയ്ക്കുന്നതിന് പര്യാപ്തമായ എന്തെങ്കിലും ഒരു ഉപാധിയിലൂടെ ആയിരിക്കണം. അതിനാണ് ശ്രീ പരമേശ്വരൻ തൻ്റെ ജടാകലാപത്തിലേക്ക് ആ നദിയെ വീഴ്ത്തിയത്. അപ്പോ ഇവിടെയാണ് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ എന്താണ് അതിനെ താങ്ങുന്നതിന് ആ ജടാകലാപം എന്തിന്റെ പ്രതീകമാണ്? ശരിക്കും ഒരു വനത്തിന്റെ പ്രതീതിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആ വനത്തിലേക്ക് വരികയും അവിടെ നിന്ന് ശിവന്റെ ജടയിൽ നിന്ന് അത് എവിടേക്കാണ് പിന്നീട് വീണ സ്ഥലത്തെയാണ് നമ്മൾ മാനസ സരസായിട്ട് പറയുന്നത്. ശിവന്റെ ജടയിൽ നിന്ന് ഭൂമിയിലേക്ക് നിപതിച്ച സ്ഥലം, അവിടെ പോലും എന്താണ് ഒരു സരസ് രൂപപ്പെട്ടു, മാനസ സരസ്. അവിടെ നിന്ന് അതിന്റെ പ്രവാഹം എങ്ങനെയാണ്? അവിടെ വീണ്ടും ഇക്കോളജി വരികയാണ്. എങ്ങനെയാണത്? 7 കൈവഴികളായിട്ടാണ് നദി ഒഴുകിയത്. 7 കൈവഴികൾ, 7 വഴികളായിട്ട് ഒഴുകി. 3 കിഴക്കോട്ടും 3 പടിഞ്ഞാറോട്ടും. എന്തായാലും പറയുന്നുണ്ടോ? ഹ്ലാദിനി, പാവനി, നളിനി. ഹ്ലാദിനി, പാവനി, നളിനി എന്നിങ്ങനെ 3 കൈവഴികൾ കിഴക്കോട്ട് ഒഴുകി. സീത, സുചക്ഷു, സിന്ധു എന്നിങ്ങനെ 3 കൈവഴികൾ പടിഞ്ഞാറോട്ട് ഒഴുകി. അതിനും പുറമെ അളകനന്ദ എന്ന് പറയുന്ന ഒരു കൈവഴിയാണ് ഭഗീരഥന്റെ നിർദ്ദേശമനുസരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവിടെ നിന്ന് അതിന്റെ ജലത്തിൽ തർപ്പണം ചെയ്തപ്പോൾ പിതൃക്കൾക്ക് മുക്തി ലഭിച്ചു. അപ്പൊ ഈ തർപ്പണം, ഇവിടെ ഈ ഗംഗാജലത്തിൽ തർപ്പണം ചെയ്ത് പിതൃക്കൾക്ക് മുക്തി നൽകുക എന്നുള്ള വലിയ ഒരു സങ്കല്പം എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? നമുക്ക് ഈ തിരുനാവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നൗഹു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തോണി എന്നർത്ഥം. തിരുനാവ, ശ്രീമത്തായ നൗഹു. നൗഹു എന്ന് പറഞ്ഞാൽ തോണി. നാവികൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? തോണിക്കാരൻ, നാവികൻ, നാവികസേനയൊക്കെ നമുക്കുണ്ട്. അപ്പോ തിരുനാവ അതെന്താണ്? തോണിയാണ്. ഏത്? ഈ സ്ഥലം. എന്തിനുള്ള തോണിയാണ്? മുക്തി ലഭിക്കാതെ പോയവർക്ക്, ഭവസാഗരത്തിന്റെ മറുകര കടക്കാൻ പറ്റാതെ വന്ന ആ പിതൃക്കൾക്ക് നാവമായി, തോണിയായി വർത്തിക്കുന്ന സ്ഥലം തിരുനാവ. അതാണ് അതിന്റെ സവിശേഷത. അപ്പോ ഇങ്ങനെ വരുമ്പോൾ ഇതിലുള്ള ഇക്കോളജി എന്താണ്? ജലം ഗോവിലേക്ക് ഗമിക്കുന്ന, ഭൂമിയിലേക്ക് വരുന്ന ഗംഗ അതെങ്ങനെയായിരിക്കണം? അത് കിഴക്കോട്ട് ഒഴുകണം, അത് പടിഞ്ഞാറോട്ടും ഒഴുകണം. അപ്പൊ എന്താകാൻ പറ്റില്ല? അതിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. അതിനെ പൂർണ്ണമായിട്ടും അതിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അതിനെ ഒഴുകാൻ അനുവദിക്കണം. അങ്ങനെ നദികൾ യഥേച്ഛം ഒഴുകുമ്പോഴാണ് ഭൂമി സമൃദ്ധ സസ്യയായി തീരുന്നത്, ഫലാഢ്യയായി തീരുന്നത്, ഫലഭൂയിഷ്ഠയായി തീരുന്നത്. അത് വേദത്തിൽ പറയുന്നുണ്ട്. പുരൂരവസനോട് ഉർവശി പറയുന്നുണ്ട്. പുരൂരവസ രാജാവാണ്. ആ രാജാവിനോട് ഉർവശി പറയുന്നുണ്ട്, സമസ്മിൻ ജായമാന ആസതഗ്നാഹ ഉദയം അവർദ്ധൻ നദ്യസ്വഗൂർത്താഹ മഹേയത്വ പുരൂരവോ രണായ അവർദ്ധയൻ ദസ്യുഹത്യായ ദേവാഹ. അത് പറഞ്ഞാൽ ഇനി അതിന് വിശദീകരണം നമ്മൾ പറയേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ ഋഷിമാർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കും വെറും വാക്കുകളല്ല, എല്ലാം എന്താണ്? അർത്ഥഗർഭമായിട്ടുള്ള വാക്കുകൾ, ഗർഭിതാർത്ഥങ്ങളായിട്ടുള്ള വാക്കുകളാണ് അവരുടെ പ്രയോഗം. ഗർഭിതാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്രഗ്നേറ്റഡ് വേർഡ്സ് ആണ് അവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ പുരൂരവസനോട് ഉർവശി എന്താണ് പറയുന്നത്? പുരൂരവസേ സമസ്മിൻ ജായമാനെ ആസത ഗ്നാഹ. നീ ചക്രവർത്തിയായപ്പോൾ അതെന്താണ്? അത്
ഗ്ന. ഗ്ന എന്ന് പറഞ്ഞാൽ ആരാണ്? ഗൈനികള്, സ്ത്രീകള്. ഗ്ന എന്നുള്ള പദം സ്ത്രീകൾ എന്നാണ് അർത്ഥം, അല്ലെ? ഗൈനക്കോളജി ഒക്കെ നമുക്ക് അറിയാലോ, അത് തന്നെയാണ് റൂട്ട് ഗ്നാഹ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതമനുസരിച്ചിട്ടാണ് പുരൂരവസെ നീ രാജാവായത്. അതിൽ നീ അഹങ്കരിക്കേണ്ട എന്നർത്ഥം കേട്ടോ. എത്രയോ പരിഷ്കൃത രാജ്യങ്ങളിൽ വരെ സ്ത്രീകൾ കിങ് മേക്കർമാരായത് അഥവാ വോട്ടവകാശമുള്ളവരായത് വളരെ അടുത്ത കാലത്താ. ഇത് ഋഗ്വേദം പറയാണ്, സമസ്മിൻ ജായമാനെ ആസത ഗ്നാഹ പുരൂരവസെ, നീ ചക്രവർത്തിയായിരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതം അനുസരിച്ചാണ്. ഗ്നാ എന്ന് പറഞ്ഞാല് സ്ത്രീ എന്നർത്ഥം. നമ്മൾ നഗ്നൻ എന്നുള്ള പദമൊക്കെ നമ്മൾ പറയുന്നില്ലേ, എന്താ നഗ്നഹ എന്ന് പറഞ്ഞാൽ ഗ്നാകൾ ഉണ്ടെന്നുള്ള വിചാരമില്ലാതെ നടക്കുന്നവൻ, അതാണ് നഗ്നഹ, അല്ലെ? പുരുഷൻ എന്തുകൊണ്ടാണ് നന്നായി വസ്ത്രം ധരിച്ച് നടക്കുന്നത്? സ്ത്രീകളുള്ളത് കൊണ്ടാണ്, അല്ലെ? അവനവന്റെ പ്രഭാവം പ്രകടമാക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകളുള്ളത് കൊണ്ടാണ്. അപ്പൊ പോട്ടെ, അതൊക്കെ ഇനി പുരാണങ്ങളിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതം അനുസരിച്ച് രാജാവ് എന്ത് ചെയ്യേണ്ട? താൻ രാജാവാണെന്നുള്ളത് കൊണ്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും ഇംഗിതമാണ് അവിടെ ഉള്ളത്. പിന്നെന്താണ്? ഉദയം അവർദ്ധൻ നദ്യ സ്വഗൂർത്താഹ, നദികൾ സ്വ ഇച്ഛയനുസരിച്ച്, സ്വഗൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇച്ഛയനുസരിച്ച് പ്രവഹിക്കുന്ന നദികളാണ് നിന്നെ സമ്പന്നനാക്കിയത്. ഉദയം അവർദ്ധൻ, നിന്നെ വർദ്ധിപ്പിച്ചു, സമ്പന്നനായി വർദ്ധിപ്പിച്ചു. അതാരാണ്? സ്വഗൂർത്താഹ നദ്യ. അപ്പോ നദികൾ എന്നാണ്, നദികൾ ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? രാജ്യം സമ്പന്നമായി തീരുന്നത്. നിന്റെ ചുമതല അപ്പൊ ഇതിലൊന്നും അഹങ്കരിക്കലല്ല. ഞാൻ ചക്രവർത്തിയാണ് എന്നുള്ളത് കൊണ്ടോ, ഞാൻ സമ്പന്നനാണ് എന്നുള്ളത് കൊണ്ടോ എന്താണ് നിന്റെ ചുമതല? മഹേയത്വ പുരൂരവോ രണായ, ഹേ പുരൂരവാഹ, അല്ലയോ പുരൂരവസെ, രണത്തിന് വേണ്ടിയിട്ടാണ്, യുദ്ധത്തിന് വേണ്ടിയിട്ട്. എന്തിനുള്ള യുദ്ധം? ദസ്യുഹത്യായ, ദസ്യുക്കൾ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിനുള്ള യുദ്ധം. അതാണ് നിന്റെ സവിശേഷമായ ചുമതല. അതാണ്. അതങ്ങോട്ട് പോയി എല്ലാവരും പോയി കൊല്ലുക എന്നല്ല, നല്ല വാക്ക് പറഞ്ഞു നോക്കുക, സാമം. പിശുക്കന്മാരാണെങ്കിൽ ഇത്തിരി പണം കൊടുത്തിട്ടാണെങ്കിലും അവരെ സ്വാധീനിക്കുക, ദാനം. ഇനി വലിയ പിന്നില് സപ്പോർട്ടിന് ആളുകളുണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഭേദിക്കുക. അവരെ അനുകൂലിക്കുന്ന രാജാക്കന്മാരെ മാറ്റിയെടുക്കുക. അപ്പൊ അവന്റെ ശക്തി കുറയും, അവൻ എന്ത് തരും? അവൻ വഴിക്ക് വരും. ഇതിൽ പറ്റിയില്ലെങ്കിലാണ് ദണ്ഡം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നീ യുദ്ധത്തിന് ഇറങ്ങാവൂ. ഇതൊക്കെയാണ് അവിടുത്തെ ചുമതല. കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ സിവിലിയന്മാരാണ് അതിന്റെ ക്ലേശം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്, രാജാക്കന്മാരല്ല. അപ്പൊ അതുകൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം എന്ത് ചെയ്യാൻ പാടില്ല? സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. അതിനാണ് ഈ 4 ഉപായങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോ എത്ര വലിയ കാഴ്ചപ്പാടാണ് ഓരോ സ്ഥലത്തും ഉള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? നദ്യസ്വഗൂർത്താഹ, നദികൾ സ്വേച്ഛയാ പ്രവഹിക്കുക. അത് കിഴക്കോട്ടൊഴുകണം, പടിഞ്ഞാറോട്ടൊഴുകണം. പിന്നെന്ത് വേണം? ഒരു കൈവഴി ഭൂമിയിൽ താഴണം. 7 കൈവഴികളിൽ ഒരെണ്ണം ഭൂമിയിലേക്ക് താഴുമ്പോൾ അത് എത്ര ശതമാനമാണ്? അത് 15%. 15 7 105, അല്ലേ? അപ്പോ ഇന്ന് ശാസ്ത്രം പറയുന്നത് എന്താണ്? നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ്? മഴ പെയ്യുമ്പോൾ 15% വെള്ളം ഭൂമിയിൽ താഴണം, എന്നാലേ വാട്ടർ ടേബിൾ ഉയർന്നു തന്നെ നമുക്ക് ആവശ്യത്തിന് ജലം നൽകത്തക്ക വിധത്തിൽ ഭൂമിയിൽ വർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. നോക്കൂ, 7 1 അങ്ങോട്ട് പോയത്. അപ്പൊ 15%, 15 7 105. അത് ഭൂമിയിലേക്ക് താഴുമ്പോഴാണ് തങ്ങളുടെ മക്കൾ, സന്തതി പരമ്പരകൾ ഇവിടെ വർത്തിക്കുക, ജീവിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവൂ എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ പിതൃക്കൾ സന്തോഷിക്കും. അതല്ലേ മോക്ഷം എന്ന് പറയുന്നത് അവർ. അപ്പൊ ഇങ്ങനെ വലിയ ഒരു ഇക്കോളജി അതിലുണ്ട്. അതോടൊപ്പം തന്നെ സ്വർഗീയമായ ജ്ഞാനം നമ്മളിലേക്ക് വന്ന ഒരു ത്രിമാർഗയുടെ കഥയും അതിൽ അന്തർലീനമായിട്ടുണ്ട്, അല്ലേ? നമ്മുടെ അറിവ് സ്വർഗീയമാണ്. അറിവ് നമ്മൾ പറയാറുണ്ട് വേദം അപൗരുഷയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വേദം കണ്ടവരായ ഋഷിമാർ, അവർ പുരുഷന്മാരല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അവരുടെ ധിഷണയിൽ ഉദിച്ച ആ ജ്ഞാനം അപൗരുഷയമാണ്. ജ്ഞാനം ദിവ്യമാണ്. ആ ജ്ഞാനം എങ്ങനെ നമ്മളിലേക്ക് വന്നു?
ത്രിമാർഗികയായ ഗംഗ ഇവിടെ എത്തിയതുപോലെ തന്നെ. അപ്പൊ സ്വർഗീയമായ അറിവുകൾ, ശിവനെ പോലെയുള്ള ഉഗ്രപ്രഭാവന്മാരായ മഹർഷിമാരുടെ ധിഷണയിൽ ആ ജ്ഞാനം ആദ്യം പ്രകാശിതമായി തീർന്നു. ഗംഗ, സ്വർഗംഗ ശിവന്റെ ജടയിലേക്ക് വന്നതുപോലെ ഉഗ്രപ്രഭാവന്മാരായ ഋഷിവര്യന്മാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ഋഷിവര്യൻ? ശ്രേഷ്ഠന്മാർ. പുല്ലിംഗം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഋഷിമാർ എന്ന് പറഞ്ഞാൽ അതിൽ ഋഷികമാരുമുണ്ട്, സ്ത്രീകളും ഉണ്ട്. അവിടെയാണ് നമ്മുടെ സംസ്കാരത്തെ പലരും നിന്ദിക്കുന്നത്. പുരുഷ മേധാവിത്വത്തെ ഊട്ടിയുറപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയല്ല ഇവിടെ. പുരുഷ മേധാവിത്വം ഒന്നുമല്ല. കാരണം ഋഷിമാർ എന്ന് പറയുമ്പോൾ അതിൽ ഋഷികമാരും ഉണ്ട്. വേദമന്ത്രങ്ങൾ ദർശിച്ച ഋഷിമാർ എന്ന് പറയുമ്പോൾ അത് സാമാന്യനയുള്ള പ്രയോഗമാണ്. അതിലെ പുരുഷന്മാരായിട്ടുള്ള ഋഷികളും സ്ത്രീകളായിട്ടുള്ള ഋഷികമാരും ഉണ്ട്. മൈത്രേയി, പിന്നെ ഗാർഗി, ജുഗു, സരമ, ഇന്ദ്രാണി, എത്രയോ ഋഷികമാരാണ് നമുക്കുള്ളത്. മന്ത്രങ്ങൾ ദർശിച്ചവരാണ് അവര്. അപ്പൊ സ്ത്രീകൾക്ക് വേദമന്ത്രങ്ങൾക്ക് അധികാരമില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞു പരത്തിയ ആ ഒരു വസ്തുത, അത് വസ്തുതയല്ല, അതൊരു തെറ്റാണ്. തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാക്കുക. കാരണം മന്ത്രങ്ങൾ ദർശിച്ചവരിൽ തന്നെ സ്ത്രീകൾ ധാരാളമുണ്ട്. വിവാഹ മന്ത്രങ്ങളൊക്കെ ദർശിച്ചിരിക്കുന്നത് ആരാ ദർശിച്ചിരിക്കുന്നത്? സൂര്യ ആണ് വിവാഹ മന്ത്രങ്ങൾ ദർശിച്ചിരിക്കുന്നത്. അതിലെങ്ങനെയാണ് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ സ്പഷ്ടമായി ഋഷികയായ സൂര്യയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മളിപ്പോ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗംഗ അഥവാ ഗംഗ എപ്രകാരം സ്വർഗംഗ ശിവന്റെ ജടയിലേക്ക് വന്നുവോ അതുപോലെ തന്നെ സ്വർഗീയമായ ജ്ഞാനം ഉഗ്രപ്രഭാവന്മാരായ ഋഷിമാരുടെ ശിരസിലേക്ക് വന്നു. അവരുടെ ധിഷണയിൽ അത് വന്നു. അവിടെ നിന്നത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയില്ല. അപ്പോഴാണ് അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടം. ഗംഗാനദി ശിവന്റെ ജടയിൽ നിന്ന് ഇറങ്ങി ജഹ്നു മഹർഷിയുടെ ആശ്രമത്തോളം എത്തിയതുപോലെ ജഹ്നു മഹർഷി എന്ത് ചെയ്തു? തന്റെ ആശ്രമം ഒഴുക്കിയ അതിനെ പാനം ചെയ്തു. അപ്പൊ ആ ഒരു ഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ഏത്? ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം. അതെവിടെയാണ് ഉണ്ടായത്? വൈദികമായ ജ്ഞാനം സാധാരണ ജനങ്ങളിലേക്ക് എത്താതിരുന്നപ്പോൾ ബാദരായണൻ അതിനെ ബ്രഹ്മസൂത്രങ്ങളിലേക്ക് പരിവർത്തിതമാക്കി. ബ്രഹ്മസൂത്ര രൂപത്തിൽ വന്നപ്പോൾ ശിവനെ പോലെ ഉഗ്രപ്രഭാവന്മാരല്ലാത്ത മഹർഷിമാർക്കും അത് മനസ്സിലാക്കുന്നതിന് കഴിവുള്ള അവസ്ഥയിലേക്ക് എത്തി ബ്രഹ്മസൂത്രങ്ങൾ. അപ്പൊ ആദ്യം അത് വേദത്തിന്റെ ദർശനമായിട്ടുള്ള ഉപനിഷത്ത്, അതിൽ നിന്ന് രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുന്നു, അതാണ് ബ്രഹ്മസൂത്രങ്ങൾ. അപ്പോഴും സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിയില്ല. ജഹ്നു മഹർഷി പാനം ചെയ്ത അവസ്ഥയിൽ അത് നിൽക്കുന്നു രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ. അവിടെയാണ് ജഹ്നു പിന്നെ എന്താണ് ചെയ്ത്? ശ്രോത്രത്തിലൂടെ, ചെവിയിലൂടെ അതിനെ പുറത്തേക്ക് വിട്ടു. അതേതാണ്? ഈ ബ്രഹ്മസൂത്രത്തിലും സാധാരണ ജനങ്ങളിലേക്ക് എത്താതിരുന്ന ആ ജ്ഞാനം എവിടെ എത്തി? ഭഗവത്ഗീതയിലൂടെ ശ്രോത്രപേയമായി കാതുകൊണ്ട് കേട്ടാസ്വദിക്കാവുന്ന വിധത്തിൽ സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിച്ചേർന്നു. അപ്പോഴെന്തായി തീർന്നു? ഗംഗയുടെ മൂന്നാമത്തെ ഘട്ടം. ഒരു ഘട്ടം ശിവന്റെ ജടയിലേക്ക് നിബന്ധിച്ചത്, രണ്ടാമത്തെ ഘട്ടം ജഹ്നു മഹർഷിയിലേക്ക് എത്തിയത്, മൂന്നാമത്തെ ഘട്ടം അവിടെ നിന്ന് അത് എവിടം വരെ എത്തി? പാതാളത്തോളവും എത്തി. സാധാരണ ജനങ്ങൾക്ക് അത് പ്രാപ്യമായി തീർന്ന അവസ്ഥ. അതുപോലെ എന്താണ് പ്രാപ്യമായത്? ഏതിലൂടെയാണ്? നേരിട്ട് വേദത്തിലൂടെയല്ല, ബ്രഹ്മസൂത്രങ്ങളിലൂടെയല്ല, ഭഗവത്ഗീതയിലൂടെ. ഇതാണ് നമ്മൾ പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഉപനിഷത്തുകള്, ബ്രഹ്മസൂത്രം, അതുപോലെ തന്നെ ഭഗവത്ഗീത. ഈ മൂന്നിനെയാണ് നമ്മൾ പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണത്തിനും ഭാഷ്യം രചിച്ചുകൊണ്ട് ശങ്കര ഭഗവത്പാദർ അതിന്റെ പ്രാധാന്യം നമുക്ക് കാട്ടിത്തരികയും ചെയ്തു. അപ്പൊ ഈ ഗംഗ ഇപ്രകാരം ഭൂമിയിലേക്ക് വന്ന ഗംഗയെ കുറിച്ചാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പോ അവിടുത്തെ ആ തിരുനാവ, പിന്നെ നമ്മൾ യാ ചേർത്ത
തിരുനാവ എന്ന് പറയുന്നതായ ആ ക്ഷേത്രം. അതെന്താണ്? ഏറ്റവും ആശ്ചര്യകരമാം വിധം മുക്തിദായകമായി വർത്തിക്കുന്ന ഗംഗയാണ് അവിടെ ഉള്ളത്. അപ്പോ ആ ഗംഗ എന്തുകൊണ്ട് അവിടെ തന്നെ വർത്തിക്കുന്നു? ഈ പുഴ, ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്, നമുക്കറിയാം ഭാരതപ്പുഴ. അപ്പൊ അതുകൊണ്ട് അവിടത്തെ പ്രാധാന്യം എന്താണ്, ഈ തിരുനാവായിയുടെ പ്രാധാന്യം എന്താണ് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ നീലകണ്ഠ തീർത്ഥപാദര് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് അവിടെ? ശ്രീനാവാക്ഷേത്രഗഹ, ശ്രീനാവാക്ഷേത്രത്തിൽ വർത്തിക്കുന്നവനായ, ഗമിക്കുന്നവനായ ഹരിഹി, ഹരി വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യട്ടെ? അനിശം നഹ, അനിശം, അനിശം മാ അവതു, അനിശം നിശയില്ലാതെ, അല്ലേ? നമ്മള് അനിശം അഥവാ അനിശം, ആ പദത്തെ കുറിച്ച് ചിന്തിച്ച് പറയുമ്പോഴാണ് നമ്മൾ അനിശം എന്ന് പറയുന്നത്. പദത്തിന്റെ വ്യുത്പത്തി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുക, അല്ലെങ്കിൽ നമ്മൾ അനിശം എന്ന് പറയും. ആ നിശം എന്ന് പറയുമ്പോൾ നിശയില്ലാതെ, നിശ രാത്രി, നമ്മെ രക്ഷിക്കുന്ന കാര്യത്തിൽ രാപകൽ ഭേദമില്ലാതെ അഹോരാത്രം നിരന്തരമായി നമ്മെ രക്ഷിക്കട്ടെ. അനിശം, നിശയില്ലാതെ തന്നെ നമ്മെ രക്ഷിക്കട്ടെ, അതായത് രാപ്പകൽ നമ്മെ രക്ഷിക്കട്ടെ എന്നർത്ഥം. മാ അവതു, മാ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്നെ എന്നർത്ഥം. മാം എന്നുള്ളത് തന്നെയാണ് മാ എന്നായിട്ട് വരുന്നത്. മാ അവതു, എങ്ങനെയുള്ള വിഷ്ണു ഭഗവാനാണ്, ഹരിയാണ്? യത് പദൗക യത് പദൗക ജലൗക, യത് പദൗക, ആ യാതൊരു ഭഗവാന്റെ പാദത്തെ ഓഗ, ഓഗസ്, ഓഗഹ, ഓഗ, ഓഗസ് ആക്കിയ, ഓഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആലയം, ഭവനം എന്നൊക്കെ അർത്ഥം. യത് പദൗക, യാതൊരു ദേവന്റെ പാദത്തെ തനിക്ക് നിലയമാക്കിയ ഗംഗ, ജലൗക, ജലൗക. അപ്പൊ ജലൗകാഹ എന്നുള്ള പദം വരുമ്പോ ജലമാകുന്ന ഓഗസ്സോട് കൂടിയത്. ജലൗക എന്നുള്ള പദം നമ്മൾ പെട്ടെന്ന് എടുത്ത് നോക്കിയാൽ അതിന് അർത്ഥം കാണുക അട്ട എന്ന അർത്ഥമാണ് കാണുക, വെള്ളത്തിലുള്ളതായ അട്ട എന്നർത്ഥം. ജലൗക, ജലു. അപ്പൊ ഈ ജലൂക എന്ന പദമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ അപ്പൊ പദത്തിന്റെ എന്തർത്ഥം? വ്യുത്പത്തി ലഭ്യമായ അർത്ഥം ഇവിടെ എടുക്കണം. വ്യുത്പത്തി, ചില പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ ചിലടത്ത് അതിന്റെ വ്യുത്പത്തി അനുസരിച്ചിട്ടാണ് പ്രയോഗിക്കുക. ചില സ്ഥലത്ത് അതിന്റെ പ്രവൃത്തി നിമിത്തം എന്ന് പറയും. എന്തർത്ഥത്തിൽ അത് പ്രയോഗിക്കുന്നുവോ ആ അർത്ഥത്തിലാണ് ചില പദങ്ങൾ എടുക്കുക. ഇവിടെ വ്യുത്പത്തി നിമിത്തമായ അർത്ഥം എടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജലൗക എന്നുള്ളതിന് അട്ട എന്ന അർത്ഥം നമ്മൾ സ്വീകരിച്ചു പോകും. അപ്പൊ ജലമാകുന്ന ഓഗസ്സോട് കൂടിയത്, ജലത്തെ, ജലത്തിന് ഓഗസ് ആയിട്ടുള്ളത്. ആ ഓഗസ് എന്ന് പറഞ്ഞാൽ ഭവനം. അപ്പൊ ജലം എന്തിൽ വർത്തിക്കുന്നുവോ അതാണ് ജലൗക എന്ന് പറയുന്നത്. അപ്പൊ ജലമാകുന്ന ഓഗസ്സോട്, അതെന്താണ്? നദി എന്നർത്ഥം. അപ്പൊ അവിടെ വന്നു ചേരുന്നു. ഏതൊരു ഭഗവാന്റെ പാദങ്ങളെ തനിക്ക് ആലയമാക്കിയ നദി, ഇവിടെ നമുക്കറിയാം ഭാരതപ്പുഴയാണെന്നുള്ളത്. ആ ഭാരതപ്പുഴ എന്ത് ചെയ്യുന്നു? ന ആകാംക്ഷതേ, ആ സമന്താത് കാക്ഷിക്കുന്നില്ല. ആ സമന്താത് പൂർണ്ണമായും കാക്ഷിക്കുന്നില്ല. എന്തിനെ കാക്ഷിക്കുന്നില്ല? നാകം ന അകം, അകഹ, അക. കം എന്ന് പറഞ്ഞാല് സുഖം എന്നാണ് അർത്ഥം. കം എന്നുള്ളതിന് പല അർത്ഥവുമുണ്ട്. അതിലൊരർത്ഥം എന്താണ്? സുഖം എന്നാണ്. കം, ജലം എന്നൊക്കെ അർത്ഥമുണ്ട്. സുഖം, ജലം, ശിരസ്, ഇതൊക്കെ അർത്ഥമുള്ളതാണ്. ജലം, ജലം എന്ന അർത്ഥം ഉള്ളത് കൊണ്ടാണ് മേൽപ്പത്തൂര് കംജനാഭ സമുപാദധാഹ എന്ന് പറയുന്നത്. കംജനാഭൻ, കം വെള്ളം, കംജം ജലത്തിൽ ജലജം എന്നർത്ഥം. കംജനാഭ, ജലജം, നാഭിയിലുള്ളവനെ കംജനാഭ സമുപാദധാഹ. നാരായണീയത്തിന്റെ 1ാമത്തെ ദശകത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. അപ്പോ ന കം എന്നുള്ളതിന് ഇവിടുത്തെ അർത്ഥം സുഖം എന്ന്. അപ്പോ അകം എന്ന് പറയുമ്പോഴോ സുഖമല്ലാത്ത ദുഃഖം
ന അകം എന്ന് പറയുമ്പോഴോ ദുഃഖം ഇല്ലാത്തത് എന്നർത്ഥം. അപ്പൊ നാഗഹ, നാഗഹ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളൊന്നുമില്ലാത്ത ഒരു അവസ്ഥാവിശേഷം. നാഗം ന ആകാംക്ഷതേ, നാഗത്തെ കാക്ഷിക്കാതെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നദി ഇവിടെ സ്വർഗത്തെ പോലും നാഗത്തെ പോലും കാക്ഷിക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ നദി പറയുന്നുണ്ട്, അതിന്റെ കാരണം പറയുന്നു. അത് അവിടെ ഇരിക്കട്ടെ. വിദുരഭിയ ആണ്, അത് നമുക്ക് ഉത്തരാർദ്ധത്തിലാണ്. ആ നാഗം ന ആകാംക്ഷതേ അന്യാദൃശ രസരസനാദാന ശൗണ്ഡ അരിദണ്ഡ. അത് വിഷ്ണു ഭഗവാന്റെ വിശേഷണമാണ്. എന്നിട്ട് എന്താണ്? യത് പാദാബ്ജം നിള ദുഷ്കൃതി ഭിദുരഭിയ സംശ്രിതേവ പ്രലീന. യത് പാദാബ്ജം, ഏതൊരു വിഷ്ണു ഭഗവാന്റെ പാദാബ്ജത്തെ, പാദമാകുന്ന അബ്ജത്തെ, അപ്പ് വെള്ളം, അബ്ജം അപ്പിൽ ജനിക്കുന്നത് താമര, കംജം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ, യത് പാദാബ്ജം സംശ്രിത ഇവ പ്രലീന, പ്രലീന നിള, നിളാ നദി പ്രലീന ഇവ പ്രകർഷേണ ലീനയായതുപോലെ. ലീന എന്ന് പറഞ്ഞാൽ അർത്ഥം ലയിച്ചത് എന്നർത്ഥം അല്ലെ? പ്രലയം, അതാണ് നമ്മൾ പ്രളയം എന്ന് പറയുന്നത്. പ്രകൃഷ്ടമായ രീതിയിലുള്ള ലയമാണ് പ്രളയം എന്ന് പറയുന്നത്. പ്രകൃതിയിലേക്ക് തന്നെ ലയിക്കുക എല്ലാം. അപ്പോ ഏതൊരു ഭഗവാന്റെ പാദാബ്ജത്തെ ആശ്രയിച്ചിട്ട സംശ്രിത ഇവ, ആശ്രയിച്ചവളെ പോലെയാണോ പ്രലീന നിള, പ്രകൃഷ്ടമായ രീതിയിൽ അവിടെ ലയിച്ചിരിക്കുന്ന നിള. അപ്പോ ഭാരതപ്പുഴയുടെ ആ നിളയുടെ ഗംഗാത്വം, ഗംഗാരൂപേണയുള്ള ആ നദി അവിടെ തന്നെ പ്രകൃഷ്ടമായ രീതിയിൽ ലയിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ നിലീനയായിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് പ്രവഹിക്കുന്ന ആ നദി എന്താണ്? അത് സാധാരണത്തെ പോലെയുള്ള ഒരു നദി, ഒരു ജലപ്രവാഹം അവിടെയുണ്ട്. പക്ഷെ അവിടെ ആ സവിശേഷമായ ഗംഗാത്വത്തേന ഉള്ള ആ സാന്നിധ്യം അവിടെയാണ് ഉള്ളത് എന്ന് അർത്ഥം. ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകമായ നിയോഗത്തിൽ വർത്തിക്കുന്നത് പോലെ. നമ്മളൊക്കെ എന്താണ്? നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മളില് അധ്യാപകരുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമ്മളിൽ ബിസിനസ്സുകാരുണ്ട്, പിന്നെ പലതരത്തിലുള്ള ആളുകൾ നമ്മളിലൊക്കെ ഉണ്ട്. നമ്മൾ എവിടെയാണ് ആ സവിശേഷമായ രീതിയിൽ വർത്തിക്കുന്നത്? അത് നമ്മുടെ ഔദ്യോഗികമായ മണ്ഡലത്തിലാണ്. അതൊരു അധ്യാപകനായിരിക്കുന്നത് ആ തീർത്ഥത്തിലാണ്. ഏത് തീർത്ഥത്തിൽ? നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തീർത്ഥങ്ങളാണ്, നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തീർത്ഥങ്ങളാണ്. അതുകൊണ്ടാണ് ഒരേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച ആളുകളെ സതീർത്ഥ്യന്മാരെന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്മേറ്റ് എന്നല്ല പറയുന്നത്, സഹപാഠി എന്നുമല്ല പറയുന്നത്, സതീർത്ഥ്യർ എന്നാണ്. ഒരേ തീർത്ഥത്തിൽ മജ്ജനം ചെയ്ത് ശുദ്ധി നേടിയവർ എന്നർത്ഥത്തിൽ നമ്മൾ സതീർത്ഥ്യർ എന്ന് പറയുന്നു. അപ്പോ ആ തീർത്ഥത്തിലാണ് ആര് വർത്തിക്കുന്നത്? ആ സാന്നിധ്യത്തിൽ അപ്പോ അവിടെ എന്തായിരിക്കുന്നു? അവിടെ ആ സ്ഥാനത്താണ്, ആ മണ്ഡലത്തിലാണ് അവരതായിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾ എന്തായിട്ടല്ല, വീട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ആരല്ല, അദ്ദേഹം ഈ പറഞ്ഞ അവസ്ഥയിലൊന്നുമല്ല. അപ്പൊ ആ മണ്ഡലത്തിൽ മാത്രമാണ് സവിശേഷമായ സാന്നിധ്യത്തോടെ വർത്തിക്കുന്നത്. അപ്പൊ ഒരാൾ എന്താണ്? ഇപ്പൊ ബിസിനസ്സുകാരനാണ്, വീട്ടിലേക്ക് വരുമ്പോ ആരല്ല, വീട്ടിലേക്ക് വരുമ്പോ അദ്ദേഹം അച്ഛനാണ്, മകനാണ്, സഹോദരനാണ്, ഭർത്താവാണ്, എല്ലാം ആണ്. അതുപോലെ തന്നെയാണ് ഗംഗ. ഇവിടെ എന്തായാലും ഗംഗ എന്ന ആ സവിശേഷ സാന്നിധ്യത്തോടെ ഇവിടെ മാത്രമായി വർത്തിക്കുന്നു. അതെന്താണ്?
വിഷ്ണു ഭഗവാന്റെ പാദത്തിൽ തന്നെ അഭയം പ്രാപിച്ച് വർത്തിക്കുന്നവളെ പോലെ അവിടെ നിൽക്കുന്നു എന്നാണ്. പദാബ്ജം സംശ്രിത ഇവ പ്രലീന. വിഷ്ണു ഭഗവാന്റെ പാദപത്മങ്ങളെ ആശ്രയം പ്രാപിച്ച് അഭയം പ്രാപിച്ച് അവിടെ ലീനയായിരിക്കുന്ന പോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ ലീനയായിരിക്കുന്നത്? ദുഷ്കൃതി ഭിദുരഭിയ. ദുഷ്കൃതികളായിട്ടുള്ളവർ ഭേദിക്കുമോ? ഭിദുരം, ഭേദിക്കപ്പെടുന്നതിനെയാണ് ഭിദുരം എന്ന് പറയാം. ഭിദുരം, ഭേദിക്കപ്പെടുന്ന. ദുഷ്കൃതികളാൽ ഭേദിക്കപ്പെടുമോ? തന്റെ പാവനത്വം ദുഷ്കൃതികളാൽ നശിപ്പിക്കപ്പെടുമോ എന്ന പേടി കൊണ്ട് അഭയം പ്രാപിച്ച് അവിടെ തന്നെ നിൽക്കുന്നത് പോലെ ഗംഗാനദി അവിടെ നിൽക്കുന്നു വിഷ്ണു ഭഗവാന്റെ പാദത്തിൽ. എവിടെ തന്നെ നിൽക്കുകയാണ്? ഈ തിരുനാവായിൽ മാത്രം ആയിട്ട് നിൽക്കുകയാണ്, മലിനമാക്കപ്പെടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കറിയാം ഇന്ന് എത്രയോ മലിനീകരണമാണ് നദികളിൽ നടക്കുന്നത്. വേണ്ടാത്തതെല്ലാം കൊണ്ടുപോയി നമ്മൾ നദികളിൽ കൊണ്ടുപോയി എറിയുകയാണ് ചെയ്യുന്നത്. നദികളെ ദേവതകളായി കാണുന്നതാണ് നമ്മുടെ സംസ്കാരം. എന്തുകൊണ്ടാണ് ദേവതകളായി കരുതുന്നത്? അവയുടെ സംസ്കാരം, അവയുടെ വരദാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. പക്ഷെ അവയോട് അനാദരവ് കാണിക്കാൻ പാടില്ല, മലിനപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ദുഷ്കൃതികൾ നശിപ്പിക്കുമോ എന്ന ഭയം കൊണ്ട്, മലിനമാക്കുമോ എന്ന ഭയം കൊണ്ട് ഗംഗാനദി ഇവിടെ ഹരിഭഗവാന്റെ, വിഷ്ണു ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അവിടെ തന്നെ ലീനയായിരിക്കുന്നു. ഇതാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത. അപ്പൊ അവിടെ നിന്ന് മാറുമ്പോൾ ഭാരതപ്പുഴ എന്തായിട്ട് കാണുന്നില്ല? ഗംഗയായിട്ട് കാണുന്നില്ല. കാരണം എന്താണ്? അതിന്റെ ആ ഗംഗാത്വം എവിടെയാണ്? അവിടെ മാത്രമായി നിലകൊള്ളുന്നു. എന്തുപോലെ? ഒരു മനുഷ്യൻ അവന്റെ കർമ്മമണ്ഡലത്തിൽ ഔദ്യോഗികമായ സ്ഥാനമാനങ്ങളോടെ വർത്തിക്കുന്നത് പോലെ അവിടെ നിന്ന് മാറുമ്പോൾ അയാൾ സാധാരണ മനുഷ്യനായി മാറുന്നത് പോലെ നടക്കും. അപ്പോ പദാബ്ജം സംശ്രിതാ സതി പ്രലീന ഇവ ഏഷാ നാഗം ന ആകാംക്ഷതേ. അങ്ങനെ ഗംഗ തന്റെ പാദത്തിൽ തന്നെ വർത്തിക്കുന്നു. ഗംഗാ നദിയാൽ പരിസേവിതമായ പാദപത്മത്തോടെ അവിടെ വർത്തിക്കുന്നവനായി വിഷ്ണു ഭഗവാൻ. പിന്നെന്താണ് വിഷ്ണു ഭഗവാനുള്ള മറ്റു വിശേഷണങ്ങൾ? അന്യാദൃശ രസരസനാദാന ശൗണ്ഡഹ. അന്യാദൃശമായിട്ടുള്ള, മറ്റെങ്ങും കാണാത്ത, അദൃശമായിട്ടുള്ള രസരസനാദാന ശൗണ്ഡഹ. രസത്തിന്റെ രസനാദാനം, അന്യാദൃശമായ രസം. രസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്വാദ്യതയാണ്. ചാറ് എന്നൊക്കെ അർത്ഥമുണ്ട് രസം എന്നുള്ളതിന്, ജ്യൂസ് എന്നൊക്കെ അർത്ഥമുള്ളതാണ്. അന്യാദൃശമായ ഭഗവത് സാന്നിധ്യത്തിന്റെ അനുഭവമാകുന്ന രസം, ഭഗവത് സാന്നിധ്യം സവിശേഷമായ വിധത്തിൽ ഇവിടെ അനുഭവിക്കപ്പെടുന്നു. ആ രസത്തിന്റെ, ഭക്തിരസത്തിന്റെ രസനാദാനം, ഭക്തിരസത്തിന്റെ ആസ്വാദനത്തെ നൽകുവാൻ കഴിവുള്ളൂ. ഭക്തിരസം ഉണ്ടായതുകൊണ്ടായില്ല, അതെന്ത് ചെയ്യണം? അതിനെ ആസ്വദിക്കണം, ആ രസത്തെ. അപ്പോ ഭക്തിരസത്തിന്റെ ആസ്വാദനത്തെ നൽകുന്നതിൽ ശൗണ്ഡമായിരിക്കുന്ന, ശൗണ്ഡഹ സമർത്ഥഃ, അന്യാദൃശമായ ഭക്തിരസത്തെ ആസ്വദിപ്പിക്കുന്നതിന് സമർത്ഥനായിട്ടുള്ളവനും, അരിദണ്ഡഹ, അരികൾക്ക് ദണ്ഡമായിരിക്കുന്നവനും, അരികൾക്ക് ദണ്ഡനം, ശത്രു ആയിരിക്കുന്നവൻ, പ്രഹാരം ഏൽപ്പിക്കുന്നവൻ ആയിരിക്കുന്ന ഭഗവാൻ. സർവ അഘസംഘ പ്രശമന ശമനാകാരഃ, ശമനാകാരകഃ. സർവ അഘസംഘ പ്രശമനം, സർവങ്ങളായിരിക്കുന്ന എല്ലാവിധത്തിലും ഉള്ള അഘസംഘം. അഘസംഘം പാപങ്ങളുടെ കൂമ്പാരം. അഘസംഘത്തെ പ്രശമനം ആകാരകഃ, അതിന് പ്രശമനമായിരിക്കുന്ന ആകാരത്തോട് കൂടിയവൻ, ആകൃതിയോട് കൂടിയവൻ. എല്ലാവിധത്തിലുമുള്ളതായ അഘങ്ങളെ, പാപങ്ങളെ, പാപങ്ങളുടെ കൂമ്പാരത്തെ തന്നെ നശിപ്പിക്കുന്നതിന് ശക്തമായ അഗ്നിയായിരിക്കുന്നവനായ ഭഗവാൻ എന്ന് അർത്ഥം അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ?
യഥൈധാംസി സമിദ്ധോഗ്നി. നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിലാണ് പറയുന്നത്. യഥാ ഏധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന. അതുപോലെ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? അതുപോലെ എല്ലാ കർമ്മങ്ങളെയും എന്ത് ചെയ്യുന്നു? ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. ഇതാണ് യഥൈധാംസി സമിദ്ധോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥ. എത്ര വലിയ വിറകിന്റെ കൂമ്പാരമായിക്കൊള്ളട്ടെ, അഗ്നി അങ്ങോട്ട് ചെന്നാൽ പൂർണ്ണമായും അതിനെ അങ്ങോട്ട് നശിപ്പിക്കും. അഗ്നി എന്താണ്? അഗ്നി അനലനാണ്. അലം എന്ന ഭാവമില്ല, മതി എന്ന് വെക്കുകയില്ല, പൂർണ്ണമായും അങ്ങോട്ട് നശിപ്പിക്കും. ഭസ്മസാത്കരിക്കും. ഭസ്മീകരിക്കുക എന്ന് പറയുന്നത് ഭസ്മസാത്കരിക്കുക എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഭസ്മീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭസ്മമാക്കി തീർക്കുക. അതിലൊക്കെ കുറെയൊക്കെ അവശേഷിക്കുകയും ചെയ്യാം. പക്ഷെ ഭസ്മസാത്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടും അവശേഷിക്കാത്ത വിധത്തിലാണ് ഭസ്മസാത്കരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശവമൊക്കെ അഗ്നിയിൽ വെച്ച് ചിത കൊളുത്തുന്ന സമയത്ത് അതിന് മുൻപേയുള്ള ഒരു മന്ത്രത്തിൽ പറയുന്നത്, ഈ അഗ്നി എന്ത് ചെയ്യുന്ന? അല്ലയോ അഗ്നേ, ഈ ശവത്തെ അങ്ങന്ന് ഭസ്മസാത്കരിക്കരുത്, പൂർണ്ണമായും ഇതിനെ ദഹിപ്പിച്ച് കളയരുതേ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളവിടെ അർത്ഥമാക്കുന്നത് ഇതിന്റെ സ്ഥൂല ശരീരത്തെ ദഹിപ്പിക്കരുത്, സൂക്ഷ്മ ശരീരത്തെ ദഹിപ്പിക്കരുത്, ഈ സ്ഥൂലമായ ശരീരം മാത്രമേ ദഹിപ്പിക്കാവൂ. അതുകൊണ്ടാണ് പിന്നെ പറയുന്നത്, അതുകൊണ്ട് ഇതിന്റെ മാംസമോ അല്ലെങ്കിൽ ഇതിന്റെ മുടിയോ ഒന്നും ചിതറിക്കിടക്കാനും നീ ഇടവരുത്തരുതേ എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. ചിത കൊളുത്തുന്നതിന് മുമ്പ് ഈ ശവം ദഹിച്ച് ഇതിന്റെ സുഗന്ധം പുറത്തു വരുന്ന സമയത്ത് ഈ സൂക്ഷ്മ ശരീരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഊർധ്വലോകങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു പ്രാർത്ഥന ചിത കൊളുത്തുന്നതിന് മുൻപ് ഉണ്ട്. അപ്പൊ അവിടെ ഭസ്മസാത്കരിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഭസ്മമാക്കുക എന്നർത്ഥം. അപ്പൊ അതുപോലെ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന, പൂർണ്ണമായും അതിനെ ദഹിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോ ഇപ്രകാരം അരിദണ്ഡവും സർവങ്ങളായ അകസംഘങ്ങളെയും പ്രശമനം ചെയ്യുന്ന ശമനാകാരക, ശമനന്റെ ആകാരത്തിൽ വർത്തിക്കുന്നവൻ. ശമനൻ അഗ്നി. ദഹന ശമനവരുണൈരമ കേട്ടില്ലേ? നളചരിതത്തിൽ ദഹന ശമനവരുണൈരമ, ദഹന ശമനവരുണന്മാരോട് അമ എന്ന് പറഞ്ഞ കൂടെ എന്നർത്ഥം. അപ്പോ അതുപോലെ സർവപാപങ്ങളും ദഹിപ്പിക്കുന്ന കാര്യത്തിൽ പ്രചണ്ഡമായ അഗ്നിയുടെ സ്വരൂപത്തിലുള്ളവനാണ് ഈ ഭഗവാൻ. അങ്ങനെയുള്ളതായ ദേവദേവഹ, ദേവന്മാർക്കും ദേവനായിരിക്കുന്ന ശ്രീനാവാക്ഷേത്രഗഹ സഹ അയം ഹരിഹി അനിശം മാ അവതു എന്നാണ്. അപ്പൊ അന്വയക്രമത്തിൽ ഒന്നുകൂടെ അതിന്റെ അർത്ഥം പറഞ്ഞാൽ എന്താണ് അന്വയം? യത് പദൗകാഹ ജലൗകാഹ, ഏതൊരു ഭഗവാന്റെ പാദങ്ങളെ ആലയമായി സ്വീകരിച്ച ഗംഗാ നദിയാണോ, ജലൗകയാണോ, നദിയാണോ? നദിയായ ഏത് നദിയാണ്? ജലൗകാഹ നിളാ നദി ഏതൊരു ദേവന്റെ പാദത്തെ തനിക്ക് അഭയസ്ഥാനമായി കണ്ടിട്ടാണോ, ദുഷ്കൃതി ഭിദുരതിയാ, ദുഷ്കൃതികൾ തന്നെ ഭേദിക്കുമോ, തന്റെ പാവനത്വത്തെ അഥവാ തന്റെ ശുദ്ധിയെ കളയുമോ എന്ന പേടികൊണ്ടോ എന്ന് തോന്നുമാറ് യത് പദാബ്ജം സംശ്രിത, ഏതൊരു ദേവന്റെ പാദത്തെ ആശ്രയിച്ചു കൊണ്ടാണോ പ്രലീന ഇവ, അവിടെ പൂർണ്ണമായും ലയിച്ചിരിക്കുന്നവളെ പോലെ നാകം ന ആകാംക്ഷതേ, സ്വർഗത്തെയും കാക്ഷിക്കാതിരിക്കുന്നത്. ഇത് ഇവിടെ തന്നെ മതി, എനിക്ക് ഇവിടെ ഇരിക്കാൻ നല്ല എന്താണ് നിർഭയമായിട്ടിരിക്കാം എന്നതുകൊണ്ട് ആ പാദത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ വർത്തിക്കുന്നത്. അന്യാദൃശ രസനാദാന ശൗണ്ഡ, മറ്റെങ്ങും കാണാത്ത വിധത്തിലുള്ളതായ ഈശ്വരാനുഭൂതിയുടെ ആസ്വാദനം നൽകുന്നതിൽ ദക്ഷനായ
സമർത്ഥനായിരിക്കുന്നവനും അരിദണ്ഡ ശത്രുക്കൾക്ക് ദണ്ഡപാതമായിരിക്കുന്നവനും സർവ അഘസംഘ ശമനാകാരക എല്ലാ ദുഷ്കൃതങ്ങളുടെയും അഥവാ പാപങ്ങളുടെയും കൂമ്പാരത്തെ തന്നെ ഭസ്മസാത്കരിക്കുന്നതിന് പര്യാപ്തമായ ശക്തമായ പ്രചണ്ഡ അഗ്നിയുടെ രൂപത്തിൽ വർത്തിക്കുന്നവനും ആയ ദേവദേവനായ ശ്രീനാവാക്ഷേത്രഗ സഹ ശ്രീനാവാക്ഷേത്രത്തിൽ സവിശേഷ സാന്നിധ്യത്തോടെ വർത്തിക്കുന്നവനുമായ അയം ഹരിഹി ആ വിഷ്ണു ഭഗവാൻ അനിശം രാപകൽ ഭേദമില്ലാതെ മാ അവതു എന്നെ രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോ അവിടെ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം മാത്രമല്ല, അവിടെ ഗംഗാനദി സവിശേഷമായ സാന്നിധ്യത്തോടെ അവിടെ വർത്തിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ നിന്ന് വിഷ്ണുപദത്തെ ആശ്രയിച്ചിരിക്കുമ്പോൾ ആണ് ഗംഗ എന്തായിരിക്കുന്നത്? ഗംഗ ഏറ്റവും ശക്തയായി വർത്തിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളും അല്ലെ, ഭഗവത് സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മൾ എന്തായിത്തീരുന്നു? എത്ര കേമന്മാരായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒന്നുമല്ലാതെ ആയിത്തീരുന്നു. അപ്പോ ഗംഗാനദിയുടെ ആ പാവനത്വമുള്ളത് അവൾ വിഷ്ണുപദത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പാഠമാണത്. ഇവിടെയും എന്താണ്? ആ വിഷ്ണുപദത്തെ ആശ്രയിക്കുക എന്നുള്ള നമ്മുടെ ആ അവസ്ഥ, നമ്മുടെ ആ ശരണം പ്രാപിക്കൽ ഇല്ലാതെയായാൽ സീറോ ആയിട്ട് മാറും. ഇതാണ് അതിൻ്റെ. അതായത് പരമ പാവനയായിട്ടുള്ള ഗംഗയ്ക്ക് പോലും എന്താണ്? വിഷ്ണുപദത്തെ ആശ്രയിച്ചിരിക്കുമ്പോഴാണ് താൻ എന്തായിരിക്കുന്നത്? താൻ പാപഹാരിണിയായിരിക്കുന്നത്. താൻ ആത്മാക്കളെ ഈ സംസാര സാഗരത്തിൽ ഉഴലുന്നവരെ മറുകര എത്തിക്കുവാൻ ശക്തയായിരിക്കുന്നത് എന്നുള്ള ഒരു പാഠവും കൂടെ ഇതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ട് ഉണ്ട്, അന്തർനിഹിതമായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിനെ എന്താണ് അങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ട് ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ. അപ്പോൾ ഇതാണ്. ഇനി നമുക്കതിൽ എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് നമുക്ക് ബാക്കി നിഗമനങ്ങളിലേക്ക് എത്താം എന്ന പ്രതീക്ഷയോടെ ഇവിടെ നിർത്തട്ടെ. നമസ്കാരം. ഹരി ഓം സർ. ഏറ്റവും യുക്തിഭദ്രമായ രീതിയിൽ പുരാണ പ്രതിപാദ്യങ്ങളായ കാര്യങ്ങളെ സാർ നമുക്ക് വ്യാഖ്യാനിച്ചു തരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ക്ലാസ് റൂമിൽ നമ്മൾ വിദ്യാർത്ഥികൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ സാറിൻ്റെ ആ സമയക്ലിപ്തത 8:30 തുടങ്ങി ഇപ്പൊ കറക്റ്റ് 9 മണിക്ക് ക്ലാസ് ബെല്ലടിക്കുന്ന പോലെ നിങ്ങൾ കേട്ടു. 9:30 സാറ് ക്ലാസ് പ്രഭാഷണം നിർത്തുകയും ചെയ്യുകയുണ്ടായി. സമയം വൈകിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഇന്നത്തെ ഈ പ്രഭാഷണത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അല്പം സംശയ നിവർത്തി ആർക്കെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ അതിന് ആകാം. അതിനുശേഷം നിർവ്വാണ ഷഡ്കം ചൊല്ലി രാധ ചൊല്ലും. അതിനുശേഷം നമുക്ക് ചെന്നൈയുടെ ജനറൽ സെക്രട്ടറി സിനു നായർ നമ്മോടൊപ്പം ഉണ്ട്. ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആയിട്ട് 2 വാക്ക് സിനു സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ സംശയ നിവർത്തി ഒരു സംശയം. നാവാ മുകുന്ദൻ എന്നാണല്ലോ പറയുന്നത്. അവതുമാം എന്ന് പറയുമ്പോ ആ മുകും ദദാദിയും കൂടെ അതിനകത്ത് വരുമോ? മുക്തിയുടെ ഇതും കൂടെ വരുന്നതുകൊണ്ടാണ് നാവാ മുകുന്ദൻ എന്ന് പറയുന്നത്. ശരിയായിട്ടും ഉണ്ട്. അതുകൊണ്ട് നാവാ മുകുന്ദൻ എന്ന് പറയുന്ന മുകുന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുക്തിയെ നൽകുന്നവൻ എന്ന് തന്നെയാണ് അതിന് അർത്ഥം. അതുകൊണ്ട് തന്നെ ഹരി എന്നും പറയുന്നത്. ഹരി ആരാണ്? ഹരിക്കുന്നവൻ തന്നെയാണ് ഹരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എന്താണ്? ആ ജനിമൃതികളെ അങ്ങോട്ട് ഹരിക്കുകയാണ്. അത് പിന്നെന്താണ്? അത് തന്നെ മുക്തിദായകമായി തീരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുകുന്ദഹ, നാവാ മുകുന്ദൻ. അപ്പൊ നാവ എന്ന് പറഞ്ഞാൽ എന്താണ്? തോണി കൊണ്ട് എന്നും കൂടെ അർത്ഥമുണ്ട് ഇല്ലേ? നാവാ. അപ്പൊ അതുകൊണ്ട് മുക്തിയെ നൽകുന്നവൻ, തോണി അല്ലെ? ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു എവിടെ? തന്റെ നിൻപദം. നാവാന്നുള്ള പദം തന്നെ അത് ശരിക്കും നാവാവും. ആവി വൻ തോണി നിൻപദം. അദ്ദേഹം അതിനെ മെക്കനൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആവി കൊണ്ട് ഓടുന്ന തോണിയായി തീർന്നു. അപ്പൊ എന്താണ്? ശക്തമായ കപ്പലായിട്ട് മാറുകയാണ്. ആ ശക്തി അതിനുണ്ടെന്ന് കാണിക്കാനാണ് ആവി വൻ തോണി എന്നും കൂടെ പറഞ്ഞിട്ടുള്ളത് അവിടെ. ഗംഗയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ
പല ആവർത്തിച്ച് കേൾക്കുന്നതാണ്. നമുക്ക് കൂടുതൽ ദൂരെ പോകേണ്ട. നമ്മൾ അവസാന സമയത്ത് നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഗംഗാജലം നൽകുക എന്ന് പറഞ്ഞിരുന്നാൽ ഈ ജന്മം കഴിഞ്ഞു, അവസാനത്തെ അതാണ് ജലമാണ് ഗംഗാജലം. പല വീടുകളിലും നമ്മൾ പരിശുദ്ധമായിട്ട് സൂക്ഷിച്ചു പോരുന്ന ഒന്നുകൂടെയാണല്ലോ ഗംഗാജലം. അത് നാരായണത്തിലെ 92-ാം ദശകത്തിലെ 9-ാം ശ്ലോകം ഗംഗാ ഗീത ഗായത്രി തുളസി ചന്ദനന്ദ എന്ന് പറഞ്ഞ ശ്ലോകം ഓർത്തിരുന്നാൽ മതി. എത്രമാത്രം പ്രാധാന്യമാണ് ഗംഗയ്ക്ക് നാം കൽപ്പിക്കുന്നത്. ആ ഗംഗ നിത്യമായിട്ട് തിരുനാവായിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ ഇന്ന് ഇപ്പോൾ നടന്നു വരുന്ന ആ മഹാമഹത്തിൽ നാം ഏവരും പങ്കുചേരുക. മാനസികമായിട്ട് കഴിയാത്ത രീതിയിൽ സാമ്പത്തികമായിട്ടും ഒരു ഋഷിഗണം ആ കടം തീർക്കുന്നതിന് വേണ്ടി നമ്മളതിൽ സഹകരിക്കുക. മറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഇന്നത്തെ പ്രഭാഷണത്തെക്കുറിച്ചോ ഈ ശ്ലോകത്തെക്കുറിച്ചോ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഏതാനും ഒരു 2-3 മിനിറ്റ് കൂടെ ഞങ്ങൾ എടുത്തുകൊള്ളട്ടെ. ചേട്ടാ, ഒരു സംശയം ചോദിക്കട്ടെ സാറേ. നമസ്കാരം, എൻ്റെ ഒരു ബാലകൃഷ്ണൻ നായർ, ന്യൂയോർക്കിൽ നിന്നാണ്. അപ്പോൾ സംശയം ഇവിടെയാണ്. യത് പാദാബ്ജം നില ദുഷ്കൃതിഭിർ ഭിതരഭി അഭിയ. ദുഷ്കൃതിയെ ഭേദിക്കുന്നതിന്റെ പേടി കൊണ്ട് അഭയം തേടി എന്നാണോ പറയുന്നത്? വിദുരഭിയ, ദുഷ്കൃതി വിദുരഭിയ എന്നാണ്. ദുഷ്കൃതി വിദുരഭിയ. വിദുരം എന്ന് പറഞ്ഞാൽ ഭേദിക്കുന്ന ശീലത്തോടെന്നാണ് അർത്ഥം. വിദുരം എന്ന് പറഞ്ഞാലേ അപ്പൊ ദുഷ്കൃതികൾ തന്റെ പാവനത്വത്തെ ഭേദിക്കുമോ എന്ന ഭയം കൊണ്ടെന്നതുപോലെ എന്ന് തോന്നുന്നത് പോലെയാണ്. വാസ്തവത്തിൽ അതിന്റെ ഭേദിക്കാനൊന്നും ആർക്കും സാധിക്കില്ല. പക്ഷെ അപ്പൊ അവിടെയാണ് അത് ഒരു ശരിക്കൊരു തത്വം അതിലൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. എന്താണ്? ഈ ഗംഗ പോലും വിഷ്ണുപദത്തെ വിട്ടുപോയാൽ മറ്റുള്ളവർക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റുമോ, അതിന്റെ പാവനത്വത്തെ നശിപ്പിക്കാൻ പറ്റുമോ എന്നതിൽ. അതിൽ നമുക്കൊരു സൂചനയാണ്. എന്ത് വേണം? വിഷ്ണുപദത്തിൽ നിന്ന് വിട്ടുപോയാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ദുഷ്കൃതികൾക്ക് നമ്മുടെ പാവനത്വത്തെ ഭേദിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് എന്ത് പാടില്ല? ഇത് വിട്ടുപോകാൻ പാടില്ല എന്നർത്ഥം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കാന്തം എടുത്തിട്ട് ഒരു കാന്തത്തുമേ ഒരു ഇരുമ്പ് നമ്മൾ തൊടിയിച്ചാൽ ആ ഇരുമ്പും കൂടെ കാന്തമായി തീരും. ആ ഇരുമ്പത്തെ വേറൊരു കാന്തം നമ്മൾ തൊട്ടാൽ അതുമേ എന്തായിട്ടിരിക്കും? ഒട്ടിയിരിക്കും. അപ്പൊ എന്താണ്? അതിന് എല്ലാറ്റിനും ശക്തി നൽകുന്ന ഒരു കാന്തമുണ്ട് ഇവിടെ. അതാണ് എന്ത്? വിഷ്ണുപദം. ആ വിഷ്ണുപദത്തിൽ നിൽക്കുമ്പോ ആർക്കും തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല? അതിന്റെ പാവനത്വത്തെ ഭേദിക്കാൻ കഴിയുകയില്ല എന്ന ഒരു പാഠം കൂടിയാണ് അതിന്റെ ഉള്ളിൽ ഈ ഉത്പ്രേക്ഷയിലൂടെ. ഉത്പ്രേക്ഷ അലങ്കാരമാണ്. ആ ഉത്പ്രേക്ഷയിലൂടെ തീർത്ഥപാദര് നമുക്ക് നൽകുന്നത്. ഗംഗ പോലും അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ അപ്പൊ നിങ്ങളുടെയൊക്കെ കാര്യം നമ്മുടെയൊക്കെ കാര്യം പറയേണ്ടതുണ്ടോ? അല്ലേ? അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും കുറച്ചുകൂടി വിപുലമായിട്ട് കിട്ടിയ ഒരു അറിവ് എന്താണെന്ന് വെച്ചാൽ, തിരുനാവായിൽ മാത്രമേ ഈ ഭാരതപ്പുഴയ്ക്ക് ഭാരതപ്പുഴ ഗംഗയാവുന്നുള്ളൂ എന്നൊരു ഒരാശയം കൂടി സാർ പറഞ്ഞു. അത് വളരെ വിശിഷ്ടമായിരിക്കുന്നു. കാരണം അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഗംഗാ സ്ഥാനം അതിനുണ്ടാവില്ലയാന്നു. പിന്നെ ഉള്ളത് നദി ഭാരതപ്പുഴ മാത്രമേ ആവൂ, അല്ലേ? അതെ അതെ അതെ, അതാണ് അതിന്റെ സവിശേഷത. അപ്പൊ അതാണ് ആ നാവ അവിടെയാണ് എന്തായിരിക്കുന്നത്? നാവമായിട്ട്, തോണിയായിട്ടത്, തരണിയായിട്ടത് വർത്തിക്കുന്നത് അവിടെയാണ്. അതാണ് അതിന്റെ ഒരു പ്രവൃത്തി മണ്ഡലം. അത് തന്നെയല്ല അങ്ങോട്ട് ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? അവിടെ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലാണ് നമ്മൾ ആ ഔദ്യോഗികതയിൽ വർത്തിക്കുന്നത്. അല്ലാത്തടത്ത് നമ്മൾ സാധാരണ ഇത് തന്നെയാണ്, അല്ലേ? തഹസിൽദാരുടെ അടുത്ത് പോലീസ് ഓഫീസർ ചെന്നാലും എന്തായിട്ടിരിക്കണം? അവിടെ തഹസിൽദാരാണ് വലിയ ആള്. പക്ഷെ അദ്ദേഹം ആരാണ്? പോലീസിനെ നിയന്ത്രിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് അവിടെ. പക്ഷെ തഹസിൽദാർ അത് കഴിഞ്ഞിട്ട് റോഡിലൂടെ ട്രാഫിക് നിയമം തെറ്റിച്ചാൽ പോലീസുകാരൻ അവിടെ പിടിച്ചു നിർത്തും. അപ്പോ ഓരോ മണ്ഡലത്തിലാണ് എന്തിരിക്കുന്നത്? ആ സവിശേഷമായ പ്രഭാവം വർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണേണ്ടത്. മറ്റൊരു ഐതിഹ്യം കൂടെ ഉണ്ടല്ലോ സാർ. ഇവിടെ 7 കൈവഴികൾ, ഗംഗയുടെ 7
കൈവഴികൾ ഇവിടെ ഒന്നിച്ചു ചേരുന്നു എന്നുള്ള ഒരു സങ്കല്പം കൂടെ ഇവിടെ വായിച്ചു അറിയാനിടയായിട്ടുണ്ട് ഈ തിരുനാവായിൽ. അപ്പം എല്ലാ നദീസംഗമങ്ങളും പുണ്യ സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഗംഗയും. ഇനി സാറ് ആലുവയുടെ കാര്യം പറയുമ്പോൾ അവിടെയും നമ്മൾ പറയും ഇതും ഗംഗയാണെന്നുള്ള ആലുവ. അപ്പം നമുക്ക് പക്ഷെ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് ആലുവയിലേക്ക് വരുമ്പോ അവിടെ നമ്മുടെ നദി പെരിയാറ് ഗംഗയോട് മത്സരിച്ചിട്ട് ഗംഗയേക്കാൾ മുൻപ് ശിവന്റെ ശിരസിൽ ആരോഹണം ചെയ്തിരിക്കുന്നുവല്ലോ എന്നാണ് അവിടെ പറയുന്നത്. ഗംഗയോട് മത്സരിച്ചിട്ട് ഗംഗയേക്കാൾ മുൻപ് ശിവന്റെ ജടാജൂടത്തിൽ കയറിയിരിക്കുന്നത് പോലെ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ അതല്ല, ഇവിടെ ഗംഗ ഇവിടെ തന്നെ നിലകൊള്ളുന്നു. അപ്പൊ അതിന് അവിടെ പോലും അതാണ് ഇത്. നമ്മൾ ഓരോ ശ്ലോകത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതുപോലെ ഓരോ പദത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര വലിയ ധിഷണാശാലിയാണ് ഇത് എഴുതിയിട്ടുള്ളത് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവിടെയും ഗംഗ എന്ന് പറഞ്ഞാൽ എന്താവും? അപ്പോ ഈ ഗംഗ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞതിനോട് എന്താണ് ഒരു എതിര് വന്നു അല്ലെ? കോൺട്രഡിക്ഷൻ വരും. അത് വരാത്ത വിധത്തിൽ ഗംഗയോട് മത്സരിച്ചിട്ട് പെരിയാറ് ശിവന്റെ ജടയിൽ കയറി കൂടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് തോന്നും എന്നാണ് പറഞ്ഞത്. അതാണ് ഒന്നിനൊന്ന് വിരോധം വരാത്ത വിധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഈ എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രണമിക്കേ പറ്റുള്ളൂ അത് കാണുമ്പോൾ ആ പ്രതിഭയ്ക്ക് മുമ്പിൽ. നമുക്ക് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ നിർത്താം. രാധ നിർവ്വാണ ഷഷ്ഠം ചൊല്ലിയതിനു ശേഷം സിനു 2 വാക്ക് സംസാരിക്കും. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ജ ശ്രോത്ര ജിഹ്വേ ന ജ ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസപ്നോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തം
ചിത്തേർന്നമേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. വിദ്യാധിരാജായ നമഃ. എല്ലാവർക്കും നമസ്കാരം. KHNA ആധ്യാത്മിക സമിതിയും അതോടൊപ്പം തന്നെ വിദ്യാധിരാജ ഇന്റർനാഷണൽ ആൻഡ് ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമി ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി നടത്തുന്ന ഏകദേശം 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടോക്ക് ഓൺ വേദിക് സബ്ജക്ട്സ്, ഇത് വളരെ ഭംഗിയായിട്ട് KHNAയുടെ നേതൃത്വത്തിൽ, KHNAയുടെ ആധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മഹാമാഘ എന്ന ആ വലിയ കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതിൽ നമുക്ക് ഇവിടെ അമേരിക്കയിലുള്ള മലയാളികൾക്ക് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ആ സമയത്ത് തന്നെ തിരുനാവായയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗംഗ നമ്മളോട് പറഞ്ഞു. ഇപ്പോൾ തിരുനാവായിൽ ആണ്, അവിടെ ഗംഗയുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വളരെയധികം വിശദമായിട്ട് നമുക്കിവിടെ നമ്മളെ മനസ്സിലാക്കി തന്ന ശ്രീ CT ഫ്രാൻസിസ് സാറിന് KHNAയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സാറ് പറഞ്ഞു തന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് വളരെയധികം, അതായത് സാധാരണ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് വളരെയധികം നന്ദി. അതോടൊപ്പം തന്നെ എനിക്കറിയാം ഇവിടെ 3 വർഷമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ എല്ലാവരും എടുക്കുന്ന ആ സമയത്തിനും മനസ്സിലാക്കി തരാനുള്ള ആ ഒരു നന്മ മനസ്സിനും ഞങ്ങളെല്ലാവരും KHNAയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ശ്രീ സുകുമാർ സാറിനും ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന മിസ്റ്റർ ഗോപിനാഥൻ പിള്ള, ഗോപിയങ്കളിനും എല്ലാവർക്കും ഓരോരുത്തർക്കും KHNAയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിൽ പങ്കെടുത്ത ഇന്ന് ഏകദേശം ഒരു 40 അംഗങ്ങളോളം പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും. ഗോപിയങ്കളിനറിയാം. ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രാധയുടെ ഒരു അതെ, എല്ലാവർക്കും വാക്കുകളില്ല. ലക്ഷ്മിക്കുട്ടി ആന്റി, എല്ലാവരെയും, പാർവതി ആന്റി, എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ മധുചേട്ടൻ ഇവിടെ നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് തരുന്നുണ്ട്. മധുചേട്ടനും താങ്ക് യു സോ മച്ച്.